സ്തുതിയായിരിക്കട്ടെ. ഞാൻ ദരിദ്രനായി ജനിച്ചു, ദരിദ്രനായി ജീവിച്ചു, ദരിദ്രനായി മരിക്കും. ഇങ്ങനെ പറഞ്ഞ് മാർപ്പാപ്പ തൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ വളരെ ലളിതമായി നടത്തി. വത്തിക്കാനിലെ വില കൂടിയ കാർപ്പറ്റുകൾ മാറ്റിവെപ്പിച്ചു. ദിവ്യകാരുണ്യത്തിൻ്റെ പാപ്പ എന്നറിയപ്പെടുന്ന വിശുദ്ധ പത്താംപിയൂസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത്. ബൈബിൾ ദൈനംദിന ജീവിതത്തിൽ പ്രോത്സാഹിപ്പിച്ച ഈ വിശുദ്ധൻ ഇറ്റലിയിലെ റീസിൽ വെനീസിനടുത്തുള്ള കാർഷിക ഗ്രാമത്തിലാണ് ജനിച്ചത്. ഒരു തപാൽ ജീവനക്കാരനായിരുന്ന ജോവാനി സാർത്തോയുടെ 10 മക്കളിൽ രണ്ടാമനായിരുന്ന ജോസഫ് സാർത്തോ പഠനകാലത്ത് ദാരിദ്ര്യ നിമിത്തം ചെരുപ്പ് പോലുമില്ലാതെയാണ് സ്കൂളിലേക്ക് നടന്നുപോയിരുന്നത്. പഠന സാമർഥ്യം കൊണ്ട് പാദുവ സെമിനാരിയിൽ സ്കോളർഷിപ്പ് കിട്ടി. അങ്ങനെ ജോസഫ് സാർത്തോ വൈദികനായി. ദേവാലയ ശുശ്രൂഷയ്ക്കുള്ള കൃത്യനിഷ്ഠയും ദീർഘനേരം കുമ്പസാരക്കൂട്ടിലിരിക്കാനുള്ള സന്നദ്ധതയും നല്ല പ്രസംഗശൈലിയും അദ്ദേഹത്തെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാക്കി. പാവപ്പെട്ട കർഷകരെയും കന്നുകാലികളെ വളർത്തുന്നവരെയും സഹായിക്കുന്നതിൽ പ്രശസ്തനായിരുന്നു. കോളറ പകർച്ചവ്യാധി തൻ്റെ ഇടവകക്കാരെ ബാധിച്ചപ്പോൾ അദ്ദേഹം ധനസഹായം നൽകുകയും പ്രാദേശിക ആശുപത്രികളെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മെത്രാനായി, അതിനുശേഷം കർദിനാളായി ഉയർത്തപ്പെടുകയും ചെയ്തു. ബിഷപ്പ് സാർത്തോ വിശുദ്ധ തോമസ് അക്വീനോസിന്റെ അധ്യാപന രീതി സ്വീകരിക്കുകയും ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. 6 വർഷത്തിനുള്ളിൽ പ്രശ്നത്തിലായിരുന്ന മാന്തുവ രൂപതയിലുള്ള ജനങ്ങളെ ആത്മാവിൽ നിറയ്ക്കുകയും പ്രബുദ്ധരായ പ്രബോധനങ്ങളും കൊണ്ട് വളരെ ഊർജ്ജസ്വലമായ രൂപതയാക്കി മാറ്റി. ലിയോ 13 പാപ്പ അദ്ദേഹത്തെ വെനീസിലെ പാട്രിയാർക്കീസായി നിയമിച്ചു. ലിയോ മാർപ്പാപ്പയുടെ മരണശേഷം ഉണ്ടായ പേപ്പൽ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം പോയത് മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റുമായിട്ടാണ്. എളിയവരെ ഉയർത്തുന്ന ദൈവം അവിടെയും അദ്ദേഹത്തെ പത്രോസിന്റെ സിംഹാസനം വരെ ഉയർത്തി. തൻ്റെ 68 വയസ്സിൽ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥാനാരോഹണ ചടങ്ങുകളെല്ലാം വളരെ ലളിതമായിട്ടാണ് നടത്തിയത്. സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കുക എന്നതായിരുന്നു പാപ്പയുടെ മുദ്രാവാക്യം. കുർബാന പുസ്തകം, കാനോന നമസ്കാരം, ആരാധനാ ഗീതങ്ങൾ എന്നിവ പരിഷ്കരിച്ചു. തിരിച്ചറിവായ കുട്ടികൾക്ക് 7 വയസ്സു മുതൽ പ്രഥമ ദിവ്യകാരുണ്യത്തിന് അനുവാദം നൽകി. പാപ്പ എല്ലാ വൈകുന്നേരങ്ങളിലും വത്തിക്കാനിലെ മറ്റു പുരോഹിതന്മാരെയും തൊഴിലാളികളെയും അത്താഴത്തിന് ക്ഷണിച്ചിരുന്നു. പോപ്പ് അർബൻ 8 സ്ഥാപിച്ച മാർപ്പാപ്പമാർ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കണമെന്ന പതിവ് അദ്ദേഹം നിർത്തലാക്കി. കൂടാതെ സ്വിസ് ഗാർഡുകളുടെ കണ്ണിൽപ്പെടാതെ മറ്റു വഴികളിലൂടെ പുറത്തു കടന്ന് രോഗി സന്ദർശനം നടത്തുകയും ദരിദ്രരുടെയും സാധാരണക്കാരുടെയും ഇടയിൽ സ്വകാര്യ സന്ദർശനങ്ങളും നടത്തിയിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ തന്നെ ആ കരങ്ങളിലൂടെ നിരവധി രോഗശാന്തികളും അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട്. 1-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പാപ്പയ്ക്ക് ദർശനമുണ്ടാവുകയും അതിനെ തുടർന്ന് ലോകമാസകലമുള്ള കത്തോലിക്കർക്ക് പാപ്പ ഇങ്ങനെ എഴുതി: ഒരു ഭയങ്കരമായ യുദ്ധത്തിന്റെ കൊടുങ്കാറ്റ് യൂറോപ്പ് മുഴുവനെയും കീറി മുറിച്ചിരിക്കുന്നു. നമ്മുടെ എത്രയും പ്രിയപ്പെട്ട അനേകരുടെ ജീവനെയും ആത്മരക്ഷയെയും പറ്റിയുള്ള ഉത്കണ്ഠ നമ്മുടെ ഹൃദയത്തെ ആകുലമാക്കിയിരിക്കുന്നു. ദിവ്യകാരുണ്യത്തിന്റെ സിംഹാസനത്തിങ്കൽ അഭയം തേടാൻ എല്ലാ കത്തോലിക്കരോടും നാം അഭ്യർത്ഥിക്കുന്നു. എന്നാൽ യുദ്ധത്തിന്റെ ഭീകരത വർദ്ധിച്ചപ്പോൾ പോർക്കളത്തിൽ മരിച്ചവർക്ക് വേണ്ടി ഞാൻ മരിക്കുന്നു, ഈ യുദ്ധം എൻ്റെയും മരണമാണ്, ഇങ്ങനെ പാപ്പ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഏതാനും ആഴ്ചകൾക്ക് ശേഷം 10 പിയൂസ് പാപ്പ ഹൃദയം തകർന്ന് നിത്യതയിലേക്ക് യാത്രയായി. ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരു വിശുദ്ധനായിട്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണവാർത്തയറിഞ്ഞ ഇറ്റാലിയൻ പത്രങ്ങൾ ഇങ്ങനെ എഴുതി: സെയിന്റ് ഈസ് ഡെഡ്, വിശുദ്ധൻ മരിച്ചു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ പോപ്പുമാരിൽ ഒരാളായ വിശുദ്ധ 10 പിയൂസിന്റെ ഭരണം സഭയുടെ ഉറച്ച അടിത്തറയുടെയും പാറ പോലുള്ള മോടിയുടെയും അടയാളമായിരുന്നു. പാപ്പ തുടങ്ങിവെച്ച 100 വർഷം പഴക്കമുള്ള മതബോധനം ഇപ്പോഴും അതിൻ്റെ മൂല്യം കാത്തുസൂക്ഷിക്കുന്നു. സഭയുടെ പരമാധികാരം അലങ്കരിച്ചിട്ടും പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ദുഃഖങ്ങളിൽ ആശ്വസിപ്പിച്ച് അവരുടെ ഇടയിൽ സഞ്ചരിച്ച 10 പിയൂസ് പാപ്പയോട് നമുക്ക് മാധ്യസ്ഥം യാചിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.